നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബി.എഡ് ഫസ്റ്റ് സെമസ്റ്ററിൽ ചോദിച്ചിട്ടുള്ള സൈക്കോളജിയിലെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ എജു 2-ലെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഫിലോസഫിയിലെ ചോദ്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ക്ലാസ്സുകൾക്ക് പ്രചോദനം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം പിയാഷെയുടെ സ്റ്റേജസ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതാനാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. SPCF, ജീൻ പിയാഷെയുടെ തിയറിയുടെ കോഡാണ് SPCF. എന്താണ് SPCF? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, അതുപോലെ തന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഇങ്ങനെ 4 സ്റ്റേജസ് ആണുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് വരണം. സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ. അങ്ങനെ വന്നിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ 2 ആണ് ശരിയായ ഉത്തരം. അടുത്തൊരു ചോദ്യം, സ്കഫോൾഡിംഗ് എന്ന കൺസെപ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്തത് ആരാണ്? അത് തെറ്റിക്കരുത്. സ്കഫോൾഡിംഗ് എന്ന കൺസെപ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്തത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ് സ്കഫോൾഡിംഗ്? അത് ജെറോം എസ് ബ്രൂണർ ആണ് ആദ്യമായിട്ട് സ്കഫോൾഡിംഗ് എന്ന കൺസെപ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്തത്. സ്കഫോൾഡിംഗ് എന്ന വാക്ക് ഇൻട്രഡ്യൂസ് ചെയ്തത്. എന്നാൽ സ്കഫോൾഡിംഗ് എന്ന കൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? അത് വൈഗോട്സ്കി ആണ്. ഓക്കെ, സ്കഫോൾഡിംഗ് എന്ന കൺസെപ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്തത് ബ്രൂണർ ആണ്, എന്നാൽ പോപ്പുലറൈസ് ചെയ്തത് വൈഗോട്സ്കി ആണ്. റെസിപ്രോക്കൽ ടീച്ചിങ് വൈഗോട്സ്കിയുടെ ഒരു കൺസെപ്റ്റ് ആണ്. അത് ഏത് സ്കൂൾ ഓഫ് സൈക്കോളജിയുടെ ഭാഗമാണെന്നാണ് ചോദ്യം. കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ചിനകത്താണ് റെസിപ്രോക്കൽ ടീച്ചിങ്ങിനെ കുറിച്ച് പറയുന്നത്. റെസിപ്രോക്കൽ ടീച്ചിങ് ആരുടെ സംഭാവനയാണ്? വൈഗോട്സ്കിയുടെ സംഭാവനയാണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. വൈഗോട്സ്കി റീഡിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വൈഗോട്സ്കി എന്ത് കൊണ്ടുവരുന്നത്? റെസിപ്രോക്കൽ ടീച്ചിങ് കൊണ്ടുവരുന്നത്. അടുത്ത് സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ നിന്ന് തന്നെയാണ് മറ്റൊരു ചോദ്യം. ക്ലോസ്ഡ് ഏരിയാസ് ആർ മോർ സ്റ്റേബിൾ ദാൻ അൺക്ലോസ്ഡ് വൺസ്. ക്ലോസ്ഡ് ഏരിയാസ് അൺക്ലോസ്ഡ് ഏരിയക്കാളും സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ട് എല്ലാത്തിനെയും പൂർത്തിയാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കും എന്ന് പറയുന്നത് ഏത് നിയമമാണ്? ലോ ഓഫ് ക്ലോഷർ ആണ്. ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത് ജസ്റ്റാൾട്ട് സൈക്കോളജിയിലെ ജസ്റ്റാൾട്ട് ലേണിംഗ് ലോ അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് ലോസ് അല്ലെങ്കിൽ എന്തെന്ന് പറയും? പെർസെപ്ഷൻ എന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് ജസ്റ്റാൾട്ട് സൈക്കോളജി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ജർമ്മൻ സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി. ആണ്. അപ്പോൾ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോസ്ഡ് ഏരിയ ആണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പൂരിപ്പിച്ച് മനസ്സിലാക്കുക. ഫിൽ ദ ബ്ലാങ്ക്. അടുത്തൊരു ചോദ്യം പിയാഷെയുടെ ചോദ്യം തന്നെയാണ് വീണ്ടും. പ്രോസസ് ഓഫ് ടേക്കിംഗ് ന്യൂ ഇൻഫർമേഷൻ. പുതിയ വിവരങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കും? ഫ്രം അവർ സറൗണ്ടിങ്. പുതിയ വിവരങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾ റിസീവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? അസിമിലേഷൻ എന്നാണ് വിളിക്കുന്നത്. തെറ്റിപ്പോകരുത്. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ നിലവിലെ സ്കീമകൾ ഉപയോഗിച്ച് അറിയാൻ ശ്രമിക്കുന്നതിനെ അസിമിലേഷൻ എന്ന് പറയും. എന്നാൽ നിങ്ങളുടെ നിലവിലെ സ്കീമകളിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നതിനെ സ്കീമ മോഡിഫിക്കേഷനെ വിളിക്കുന്ന പേരാണെന്ത്? അക്കോമഡേഷൻ. ഓക്കെ, റിസീവിംഗ് ന്യൂ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് അസിമിലേഷൻ ആണ്. എന്നാൽ സ്കീമ മോഡിഫിക്കേഷനെ അക്കോമഡേഷൻ എന്നാണ് പറയുന്നത്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് നമുക്കറിയാം SPCF, സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ്, ഫോർമൽ. അപ്പൊ 3ാമത്തെ സ്റ്റേജ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് പ്രത്യേകത? കൺസർവേഷനും റിവേഴ്സിബിലിറ്റിയും കുട്ടിക്ക് കിട്ടുന്നു. അളവുകൾ മനസ്സിലാക്കുന്നു. 2 4 അങ്ങനെയാണെങ്കിൽ 4/2 2 എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അതാണ് റിവേഴ്സിബിലിറ്റി, പ്രത്യാവർത്തന ചിന്ത. കൺസർവേഷൻ, അതുപോലെ തന്നെ സീരിയേഷൻ, ക്ലാസിഫിക്കേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട കപ്പാസിറ്റി ലോജിക്കൽ റീസണിങ് എന്നിങ്ങനെയുള്ള ശേഷികൾ കുട്ടിക്ക് കിട്ടുന്ന എപ്പോഴാണ്? അത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ എന്തൊക്കെയാണ് കിട്ടുന്നത്? കൺസർവേഷൻ, റിവേഴ്സിബിലിറ്റി, സീരിയേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ലോജിക്കൽ തിങ്കിങ്. എത്രയാണ് വയസ്സ് എന്ന് പറയുന്നത്? 7 മുതൽ 11 വയസ്സിലുള്ള കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ 3ാമത്തെ സ്റ്റേജ് ആണ്.
അടുത്തൊരു ചോദ്യം, സ്പൈറൽ കരിക്കുലം അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? നിങ്ങൾക്കറിയാം, സ്പൈറൽ കരിക്കുലം അപ്രോച്ച് കൊണ്ടുവന്നത് ബ്രൂണറാണ് സ്പൈറൽ കരിക്കുലം അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മറ്റൊരു ചോദ്യം, തിയറി ഓഫ് ലേണിംഗ് ബൈ ഡിസ്കവറി അല്ലെങ്കിൽ ഡിസ്കവറി ലേണിംഗ് കൊണ്ടുവന്നത് ആരാണ്? കണ്ടെത്തൽ പഠനം ബ്രൂണറിന്റെ ഒരു സംഭാവനയാണ്. കണ്ടെത്തൽ പഠനം. നെയിം ദ കൺട്രി വെയർ ഫസ്റ്റ് ലബോറട്ടറി ലാബ് അല്ലെങ്കിൽ സൈക്കോളജി ലാബ്, ഫസ്റ്റ് സൈക്കോളജി ലബോറട്ടറി തുടങ്ങിയത് എവിടെയാണ്? 1879 തുടങ്ങുന്നത്. ജർമ്മനിയിലെ ലിപ്സിംഗിലാണ്. 1879 ജർമ്മനിയിലെ ലിപ്സിംഗ് എന്ന് പറയുന്ന സ്ഥലം പരീക്ഷയ്ക്ക് ചോദിക്കാം. ലിപ്സിംഗ്, ജർമ്മനി. ആരാണ് തുടങ്ങിയത്? ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്നൊക്കെ അറിയപ്പെടുന്ന വിൽഹം വൂണ്ട് ആണ്. വിൽഹം വൂണ്ട്. അപ്പോൾ വിൽഹം വൂണ്ടാണ് എന്ത് ചെയ്യുന്നത്? ജർമ്മനിയിൽ ആദ്യത്തെ സൈക്കോളജിക്കൽ ലാബ് തുടങ്ങിയത് 1879 ഈ ലാബ് തുടങ്ങുന്നത് 1879. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എക്സ്പെരിമെന്റൽ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്നു. അടുത്ത മറ്റൊരു ചോദ്യം, വീണ്ടും കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു. അപ്പോൾ പിയാഷെ നന്നായി പഠിക്കുക. 3ാമത്തെ സ്റ്റേജാണ് പിയാഷെയുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ. 7 മുതൽ 11 വരെയാണ് പ്രായം. നമ്മൾ അതൊക്കെ പഠിച്ചതാണ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത? കൺസർവേഷൻ. നമ്മൾ നേരത്തെ കണ്ടതാണ്. അളവുകൾ കൃത്യമായി മനസ്സിലാക്കുന്നു. അളവുകൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കൺസർവേഷൻ ഏതിലാണ്? അത് നമ്മുടെ പിയാഷെയുടെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഇനി ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് നിങ്ങൾ പലരും കേട്ട് കാണില്ല. ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ പ്രത്യേകതയാണ്. ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. പ്രീ ഓപ്പറേഷണൽ എന്ന് പറയുമ്പോൾ 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം. സെക്കൻഡ് സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ. കൺസർവേഷൻ, സീരിയേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ലോജിക്കൽ തിങ്കിങ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്തൊരു ചോദ്യം, ചൈൽഡ് ഗ്രോത്ത് പ്രൊസീഡിംഗ് ത്രൂ ആൻ ഓർഗനൈസ്ഡ് സീക്വൻസ് ഓഫ് സ്റ്റേജസിലൂടെ അല്ലെങ്കിൽ കൃത്യമായ ഘട്ടങ്ങളിലൂടെയാണ് റഫ്ലി ബൈ ഏജസ്, കൃത്യമായിട്ട് വയസ്സ് പറയുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ആരുടേതാണ്? അത് പിയാഷെയുടേതാണ്. നിങ്ങൾക്കറിയാം, SPCF. ഓക്കെ. സെൻസറി മോട്ടോർ സ്റ്റേജ് 0 മുതൽ 2 വയസ്സ് വരെ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 മുതൽ 7 വയസ്സ് വരെ. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 മുതൽ 11 വയസ്സ് വരെ. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എബോവ് 11. അപ്പോൾ 0 മുതൽ 2 വരെ സെൻസറി മോട്ടോർ സ്റ്റേജ്, 2 മുതൽ 7 വരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 7 മുതൽ 11 വരെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 11 ശേഷം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെ കൃത്യമായിട്ട് സ്റ്റേജ് വൈസ് പറയുന്നത് കൊണ്ട് തന്നെ ഇതിനെ സ്റ്റേജ് തിയറി എന്നും വിളിക്കാറുണ്ട്. സ്റ്റേജ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നും ഇതിനെ വിളിക്കുന്നു? പിയാഷെയുടെ തിയറിയെ വിളിക്കുന്നുണ്ട്. സ്റ്റാർ, ഐസൊലേറ്റ്സ് എന്നൊക്കെയുള്ള കൺസെപ്റ്റുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോഷ്യോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. സ്റ്റാർ, ഐസൊലേറ്റ്, ക്ലിക്കുകൾ, അതുപോലെ തന്നെ സ്റ്റാർ, ഐസൊലേറ്റ് എന്നൊക്കെ പറയുന്നത് സോഷ്യോമെട്രിക് ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് കൊണ്ടുവന്നത് JL മൊറീനോ ആണ്. JL മൊറീനോ ആൻഡ് ഹെലൻ ഹാൾ ജെന്നിങ്സ്. ഇപ്പോൾ JL മൊറീനോ, ഹെലൻ ഹാൾ ജെന്നിങ്സ് ഗ്രൂപ്പ് ബിഹേവിയർ അല്ലെങ്കിൽ ഗ്രൂപ്പ് റിലേഷൻസ്, ഒരു ഗ്രൂപ്പിലെ റിലേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന സോഷ്യോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി, ഇതെല്ലാം സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന പുസ്തകം എഴുതിയത് വില്യം ജെയിംസ് ആണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വില്യം ജെയിംസ്, ഫാദർ ഓഫ് ഫങ്ഷണലിസത്തിന്റെ ഫാദറാണ്. അതുപോലെ തന്നെ അമേരിക്കൻ സൈക്കോളജിയുടെ ഫാദറുമാണ് ആരെന്ന് പറയുന്നത്? വില്യം ജെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ വില്യം ജെയിംസ് ഫാദർ ഓഫ് ഫങ്ഷണലിസം ആൻഡ് ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി. എന്ന പുസ്തകം എഴുതിയത് ഏത് വർഷത്തിലാണ്? 1890 പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന പുസ്തകം എഴുതിയത്. ആരാണ് എഴുതിയത്? വില്യം ജെയിംസ് ആണ്. വില്യം ജെയിംസ് ഫാദർ ഓഫ് ഫങ്ഷണലിസം, അതുപോലെ തന്നെ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി. അമേരിക്കയിൽ സൈക്കോളജി തുടങ്ങിയത് ആരാണ്? വില്യം ജെയിംസ് ആണ്. ഫങ്ഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ ഫാദറാണ്. 1890 പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന പുസ്തകം അദ്ദേഹം എഴുതുന്നു. അടുത്തൊരു ചോദ്യം, നേരത്തെ നമ്മൾ കണ്ടത് റിവേഴ്സബിലിറ്റി ആണെങ്കിൽ കോൺക്രീറ്റ് ആണ്. എന്നാൽ ഇവിടുത്തെ ചോദ്യം റിവേഴ്സബിലിറ്റി അല്ല, ഇറിവേഴ്സബിലിറ്റി ഇല്ല, തിരിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. 5 5 10 പഠിപ്പിച്ചു കൊടുത്താൽ 10/5 എന്താണ്? അല്ലെങ്കിൽ എന്താണ്? 2 അഞ്ചുകൾ ചേർന്നിട്ടാണ് 10 ഉണ്ടാകുന്നത്. 10/2 5 കുട്ടിക്ക് മനസ്സിലാകാൻ പറ്റാത്തത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇറിവേഴ്സബിലിറ്റി. തിരിച്ച് ചിന്തിക്കാനുള്ള കഴിവ് ഇല്ലാത്തത് എപ്പോഴാണ്? തിരിച്ച് ചിന്തിക്കാനുള്ള കഴിവ് കിട്ടുന്നത് 3ാമത്തെ സ്റ്റേജിലാണ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ. അതിനെ നമ്മൾ
റിവേഴ്സബിലിറ്റി എന്ന് പറയും. റിവേഴ്സബിലിറ്റി അങ്ങനെയാണെങ്കിൽ തിരിച്ചു ചിന്തിക്കുന്ന കഴിവില്ലാത്തത് രണ്ടാമത്തെ സ്റ്റേജിലാണ്. ഇറിവേഴ്സബിലിറ്റി എന്നാണ് നമ്മളതിനെ പറയുന്നത്. വാട്ട് ഈസ് ദ എയിം ഓഫ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്? പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? പ്രൊജക്റ്റീവ് ടെസ്റ്റ് പേഴ്സണാലിറ്റിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പേഴ്സണാലിറ്റിയിൽ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? ബ്രിങ് ഔട്ട് യുവർ അൺകോൺഷ്യസ് ഇമോഷൻസ് ഓർ ഹിഡൻ ഇമോഷൻസ്. നിങ്ങളുടെ അൺകോൺഷ്യസിലുള്ള അല്ലെങ്കിൽ അബോധ തലത്തിലെ കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന ഭാഗം നന്നായി പഠിക്കുക. പ്രൊജക്റ്റീവ് ടെക്നിക്സ് അതിന്റെ പേര്, അത് ആരാണ് കൊണ്ടുവന്നത്. അതുപോലെ ഡിഫൻസ് മെക്കാനിസം, ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ബിഹേവിയറിസം? ബിഹേവിയറിസവുമായിട്ട് ബന്ധപ്പെട്ട് ആപ്ലിക്കബിൾ അല്ലാത്തത് ഏത്? നോട്ട് ആപ്ലിക്കബിൾ, ബിഹേവിയറിസവുമായിട്ട് ബന്ധപ്പെട്ട് ആപ്ലിക്കബിൾ അല്ലാത്തത് ഏതാണ്? ബിഹേവിയർ ഈസ് ഒബ്സർവബിൾ, ബിഹേവിയർ ഈസ് റീഇൻഫോഴ്സ്ഡ്, ബിഹേവിയർ ക്യാൻ ബി എക്സ്റ്റിങ്ക്വിഷ്ഡ്, ബിഹേവിയർ ഈസ് നോട്ട് മോഡിഫയബിൾ. ഇതിൽ ഏതാണ് തെറ്റ്? ബിഹേവിയർ മോഡിഫയബിൾ അല്ല എന്നല്ല പറയുന്നത്, ബിഹേവിയർ മോഡിഫയബിൾ ആണ് എന്നാണ് ആര് പറയുന്നത്? ബിഹേവിയറിസം പറയുന്നത്. അപ്പോൾ ബിഹേവിയറിസ്റ്റ് സ്കൂൾ അതിന്റെ പ്രത്യേകതകൾ, ഓരോന്നിന്റെയും പ്രത്യേകതകൾ കൂട്ടുകാർ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ബിഹേവിയർ ഒബ്സർവബിൾ ആണ്, ബിഹേവിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ പറ്റും, എക്സ്റ്റിങ്ക്വിഷ്ഡ് ആണ്, അതുപോലെ തന്നെ മോഡിഫയബിൾ ആണ്. നോട്ട് മോഡിഫയബിൾ എന്നത് തെറ്റ്. മോഡിഫയബിൾ ആണ്, ട്രെയിനബിൾ ആണ്, കണ്ടീഷനിങ്ങിലൂടെ പോസിബിൾ ആണ് എന്നാണ് ആര് പറയുന്നത്? ബിഹേവിയറിസം പറയുന്നത്. ബിഹേവിയറിസത്തിന്റെ ഫാദർ ആണ് ജോൺ ബി വാട്സൺ അല്ലെങ്കിൽ ജെ ബി വാട്സൺ, ഫാദർ ഓഫ് ബിഹേവിയറിസം. ഇന്റർപേഴ്സണൽ റിലേഷൻസ് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഗ്രൂപ്പ് റിലേഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സോഷ്യോമെട്രി. സോഷ്യോമെട്രിയാണ് ടെക്നിക്ക്. സോഷ്യോമെട്രി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ടാബുലാർ ഫോമിൽ, ഒരു പട്ടിക രൂപത്തിൽ വരയ്ക്കുന്നതാണ്. ഒരു ടാബുലാർ ഫോം അല്ലെങ്കിൽ പട്ടിക രൂപത്തിൽ നമ്മൾ ആ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്താൽ അതിനെ സോഷ്യോമെട്രിക്സ് എന്ന് പറയും. ഇനി ഒരു ഗ്രാഫായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ, ഒരു ഗ്രാഫാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ സോഷ്യോഗ്രാം എന്ന് പറയും. അപ്പോൾ സോഷ്യോമെട്രി ടെക്നിക്കാണ്. ആ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന ഡേറ്റ നമ്മളൊരു പട്ടിക രൂപത്തിലാക്കിയാൽ അതിനെ സോഷ്യോമെട്രിക്സ് എന്ന് പറയും. ഒരു ചിത്ര രൂപത്തിലാക്കിയാൽ അതിനെ സോഷ്യോഗ്രാം എന്നാണ് പറയുന്നത്. അപ്പോൾ സോഷ്യോമെട്രി ആണ് ഇതിന്റെ ഉത്തരം. സോഷ്യോമെട്രി. JL മൊറീനോയാണ് സോഷ്യോമെട്രി കൊണ്ടുവന്നത്. അടുത്തൊരു ചോദ്യം, ദ യൂസ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്ടിവിറ്റി ടു ഗ്രാറ്റിഫൈ എ ഫ്രസ്ട്രേറ്റഡ് മോട്ടീവ്. അതായത് ഇവിടെ പറയുന്നത് സോഷ്യലി അൺഅക്സെപ്റ്റഡ് ആയിട്ടുള്ളതിനെ അക്സെപ്റ്റഡ് മീൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അക്സെപ്റ്റഡ് ആയിട്ട് മാറ്റുന്നു. ഉദാഹരണത്തിന്, നല്ല രീതിയിൽ അടിക്കുകയും ഇടിക്കുകയും ചെയ്യുന്ന കുട്ടിക്ക് നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു? ക്രിമിനൽ ടെൻഡൻസി ഉള്ള കുട്ടിക്ക്, ക്രിമിനാലിറ്റി ഉള്ള കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ബോക്സിംഗ് പഠിപ്പിക്കുന്നു. അതെന്താണ് ബോക്സിംഗ് പഠിപ്പിക്കുക എന്ന് പറയുന്നത്? അത് സബ്ലിമേഷൻ ആണ്, ഡിഫൻസ് മെക്കാനിസം എന്ന ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ്. സോഷ്യലി അൺഅക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ, മോട്ടീവ്സിനെ നമ്മൾ ചാനലൈസ് ചെയ്തുകൊണ്ട് സോഷ്യലി അക്സെപ്റ്റഡ് മീൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ് ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞതെന്ന് കൂടി കൂട്ടുകാർ ഓർത്ത് വെച്ചേക്കുക. അടുത്തൊരു ചോദ്യം വീണ്ടും പിയാഷെയുടെ കൺസെപ്റ്റ് ആണ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ പിയാഷെയുടെ SPCF ആണ് നമ്മുടെ കോഡ്. SPCF, സെൻസറി, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ്, ഫോർമൽ. അപ്പോൾ ഫോർമൽ 4ാമത്തെ സ്റ്റേജ് ആണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദ്യം. ഫോർമൽ ഓപ്പറേഷനിലെ പ്രത്യേകത എന്താണ്? ചൈൽഡ് ക്യാൻ തിങ്ക് ഇൻ അബ്സ്ട്രാക്ട് ടേംസ്. അബ്സ്ട്രാക്ട് തിങ്കിങ്, അമൂർത്തമായ കാര്യങ്ങൾ, ആശയങ്ങളെ കുറിച്ച് കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, അബ്സ്ട്രാക്ട് തിങ്കിങ്. ലോജിക്കൽ തിങ്കിങ് മാത്രമാണെങ്കിൽ അത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. എന്നാൽ അബ്സ്ട്രാക്ട് തിങ്കിങ് മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ് ആണെങ്കിൽ അത് എന്ത് വരും? ഈ പറയുന്ന ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരും. അടുത്ത നല്ലൊരു ചോദ്യമാണ്. സൈക്കോളജിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സൈക്കോളജിയിലെ 4 ഡെഫിനിഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് സൈക്കോളജി സ്റ്റഡി ഓഫ് സോൾ എന്നാണ്, സോൾ എന്ന ഡെഫിനിഷൻ. രണ്ടാമത്തെ ഡെഫിനിഷൻ സ്റ്റഡി ഓഫ് മൈൻഡ് എന്ന ഡെഫിനിഷൻ. മൂന്നാമത്തെ ഡെഫിനിഷൻ സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് എന്ന ഡെഫിനിഷൻ, കോൺഷ്യസ്നെസ്. 4ാമത്തെ ഡെഫിനിഷനാണ് സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്ന ഡെഫിനിഷൻ. ഇപ്പോൾ ആദ്യം പറഞ്ഞു മനസ്സിനെ കുറിച്ചുള്ള, ആത്മാവിനെ കുറിച്ചാണെന്ന്, രണ്ടാമത് പറഞ്ഞു മനസ്സിനെ കുറിച്ചാണെന്ന്, മൂന്നാമത് പറയുന്നു ബോധമണ്ഡലത്തെ കുറിച്ചാണെന്ന്, 4ാമത് പറയുന്നു ബിഹേവിയറിനെ കുറിച്ചാണെന്ന്. അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ ശരി? ഇന്ന് സൈക്കോളജി എന്താണ്? സൈക്കോളജി ഇപ്പോൾ ഒരു ബിഹേവിയർ സയൻസ് ആണ്, സയൻസ് ഓഫ് ബിഹേവിയർ ആണ് എന്ന് ഓർത്തിരിക്കുക. സൈക്കോളജി ഒരു സയൻസ് ഓഫ് ബിഹേവിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഡെഫിനിഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് ലേണിംഗ്? ലേണിംഗിന്റെ പ്രോഡക്റ്റ് അല്ലാത്തത് എന്താണ്? നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് ലേണിംഗ്. ലേണിംഗിന്റെ പ്രോഡക്റ്റ് അല്ലാത്തത് ഏതാണ്?
മെച്ചുറേഷൻ ഒരു ബയോളജിക്കൽ കൺസെപ്റ്റ് ആണ്. ബയോളജിക്കൽ എബിലിറ്റീസ് നേടിയെടുക്കുന്നതിനെയാണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. മെച്ചുറേഷൻ ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ് എന്ന് പഠിച്ചു വെച്ചേക്കുക. പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് മെച്ചുറേഷൻ ആവശ്യമുണ്ട്. മലയാളത്തിൽ പരിപക്വനം എന്ന് പറയും. പഠിക്കാൻ പരിപക്വനം ആവശ്യമുണ്ട്. അപ്പോൾ മെച്ചുറേഷൻ ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. ഓർത്തു വെച്ചിരിക്കുക. Who among the following was the father of behaviorist psychology? ബിഹേവിയറിസത്തിന്റെ ഫാദർ ആരാണ്? ബിഹേവിയറിസത്തിന്റെ ഫാദർ ജോൺ ബി വാട്സൺ ആണ്. അതുപോലെ തന്നെ ബിഹേവിയറിസം എന്ന ടേം കോയിൻ ചെയ്തത് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ബിഹേവിയറിസം എന്ന ടേം കോയിൻ ചെയ്തത് JB വാട്സൺ ആണ്. അതുപോലെ തന്നെ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷനെ റിഫ്ലെക്സുകൾ എന്ന് വിളിച്ചത് ആരാണ്? അതും ജോൺ ബി വാട്സൺ ആണ്. അപ്പോൾ ബിഹേവിയറിസത്തിന്റെ ഫാദറാണ് ജോൺ ബി വാട്സൺ. SR കണക്ഷനെ റിഫ്ലെക്സുകൾ എന്ന് ആദ്യമായി വിളിച്ചത് ജോൺ ബി വാട്സൺ ആണ്. ബിഹേവിയറിസം എന്ന ടേം കോയിൻ ചെയ്തത് ആര് തന്നെയാണ്? ജോൺ ബി വാട്സൺ ആണ്. TAT എന്ന് പറഞ്ഞാൽ എന്താണ്? തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റീവ് ടെസ്റ്റുകളെ കുറിച്ച് ചോദിക്കാം. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. പേഴ്സണാലിറ്റിയിലെ ടെസ്റ്റ് ആണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന ഭാഗം നന്നായി പഠിക്കുക. അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ വരും. പ്രൊജക്റ്റീവ് ടെസ്റ്റ് കൊണ്ടുവന്നത് ആരാണെന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. അൺകോൺഷ്യസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണിത്. അൺകോൺഷ്യസിനെ കുറിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന ഭാഗം നന്നായി പഠിച്ചിരിക്കുക. ഇനി ഭട്ടിയ ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്റലിജൻസിലെ ഒരു ടെസ്റ്റ് ആണ് ഭട്ടിയ ടെസ്റ്റ്. ഇന്റലിജൻസിലെ തന്നെ ഒരു പെർഫോമൻസ് ടെസ്റ്റ് ആണ്. പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ആണ് ഭട്ടിയയുടെ ടെസ്റ്റ്. അത് ഓർത്തു വെച്ചിരിക്കുക. വീണ്ടും പിയാഷയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പിയാഷയുടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വിച്ച് among the following is not a stage of Piaget's theory? പിയാഷയുടെ തിയറിയിലെ സ്റ്റേജ് അല്ലാത്തത്. അപ്പൊ നമുക്കറിയാം SPCF വരാത്തത് ഏതാണ്? SPCF വരാത്തത് പോസ്റ്റ് ഓപ്പറേഷനിലാണ്. ബാക്കിയെല്ലാം വരുന്നുണ്ട്. പ്രീ ഓപ്പറേഷനിൽ, കോൺട്രീറ്റ് ഓപ്പറേഷനിൽ, സെൻസറി മോട്ടോർ. പ്രീ ഓപ്പറേഷനിൽ വരുന്നുണ്ട്, കോൺട്രീറ്റ് വരുന്നുണ്ട്, സെൻസറി മോട്ടോർ വരുന്നുണ്ട്. എന്നാൽ പോസ്റ്റ് ഓപ്പറേഷണൽ എന്നത് നമ്മുടെ ഒരു സ്റ്റേജ് ആയിട്ട് വരുന്നില്ല. അതിന് പകരം എന്താണ്? ഫോർമൽ ഓപ്പറേഷനിലാണ് വരുന്നത്. ഓക്കെ, SPCF ഓർത്തു വെച്ചിരിക്കുക. 0 മുതൽ 2 വയസ്സ് വരെ, 2 മുതൽ 7 വയസ്സ് വരെ, 7 മുതൽ 11 വയസ്സ് വരെ, എബോവ് 11 അതാണ് അതിൻ്റെ ഒരു വയസ്സെന്ന് പറയുന്നത്. Who identified moral development in 3 distinct levels comprising 6 stages? അപ്പോൾ 3 ലെവൽസും 6 സ്റ്റേജസും ഉള്ള മോറൽ ഡെവലപ്മെന്റ് തിയറി കൊണ്ടുവന്നത് ആരാണ് എന്നതാണ് ചോദ്യം. കൃത്യമായിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ആരാണ് കൊണ്ടുവന്നത്? ലോറൻസ് കോൾബർഗ് ആണ്. 3 ലെവൽസിനെ കുറിച്ച് പറയുന്നത്. കൺവെൻഷണൽ മൊറാലിറ്റി, പ്രീ കൺവെൻഷണൽ ആണ് ആദ്യത്തത്. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ലെവല് ഒന്നാമത്തത്, രണ്ടാമത്തത് കൺവെൻഷണൽ മൊറാലിറ്റി, മൂന്നാമത്തത് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ. അപ്പോൾ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ ഫസ്റ്റ് സ്റ്റേജ്, കൺവെൻഷണൽ മൊറാലിറ്റി സെക്കൻഡ് സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി തേർഡ് സ്റ്റേജ്. അത് ലോറൻസ് കോൾബർഗിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. അടുത്തൊരു ചോദ്യം, ദ ടെസ്റ്റ് വിച്ച് യൂസസ് ആംബിഗസ് ഇമേജസ്. ആംബിഗസ് എന്ന് പറയുമ്പോൾ അവ്യക്തമായത് അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. എന്നിട്ട് നിങ്ങളുടെ അൺകോൺഷ്യസിലുള്ള, നിങ്ങളുടെ അബോധതലത്തെക്കുറിച്ച് പഠിക്കുന്നു എന്ന് പറയുന്നു. അബോധതലത്തിലെ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് തരികയാണ്? ആംബിഗസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. ചിത്രങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിമുലി, എന്തെങ്കിലും ഒരു സോഴ്സ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ അവിടെ നടക്കുന്ന ടെസ്റ്റ് ഏതാണ്? പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. അൺകോൺഷ്യസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആംബിഗസ് അല്ലെങ്കിൽ അവ്യക്തമായ കാര്യങ്ങൾ തരുന്നത് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണെന്ന് ഓർത്തിരിക്കുക. അൺകോൺഷ്യസിനെ റിവീൽ ചെയ്യാൻ, നിങ്ങളുടെ അബോധതലത്തിലെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അക്കോർഡിംഗ് ടു കൺസ്ട്രക്റ്റീവിസ്റ്റ് വ്യൂ, കൺസ്ട്രക്റ്റീവിസ്റ്റ് ലേണിംഗ് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ലേണിംഗ് എങ്ങനെയാണ്? കൺസ്ട്രക്റ്റീവിസ്റ്റ് തിയറി അനുസരിച്ച് ലേണിംഗ് ഈസ് ആക്റ്റീവ് ആൻഡ് സോഷ്യൽ ഇൻ ഇറ്റ്സ് ക്യാരക്ടർ. യൂസ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? പ്രതിരോധ തന്ത്രങ്ങളെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. അദ്ദേഹത്തിന്റെ സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി, സൈക്കോ അനലിറ്റിക് അപ്രോച്ച് കൊണ്ടുവന്ന സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. അദ്ദേഹമാണ് ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് സിഗ്മണ്ട് ഫ്രൂയിഡ് ആണെന്ന് കൂട്ടുകാർ ഓർത്ത് വെച്ചേക്കുക. ഒബ്സർവേഷൻ ഓഫ് ഓൺസ് മെന്റൽ ആൻഡ് ഇമോഷണൽ പ്രോസസ്സസ് ആർ നോൺ ആസ്.
അപ്പോൾ ഒരു വ്യക്തി തന്നെ സ്വന്തമായിട്ട് അവരുടെ ഇമോഷൻസിനെ ഒബ്സർവ് ചെയ്യുന്നു. സെൽഫ് ഒബ്സർവേഷൻ രീതി, സെൽഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ലുക്ക് ഇൻവേർഡ്സ്, ലുക്ക് വിത്തിൻ ഓർ ലുക്ക് ഇൻവേർഡ്സ് എന്നറിയപ്പെടുന്ന മെത്തേഡ് ഏതാണ് ലുക്ക് ഇൻവേർഡ്സ് എന്നറിയപ്പെടുന്ന മെത്തേഡ് ഏതാണ്? അത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡാണ്. ഇതിനെ സെൽഫ് ഒബ്സർവേഷൻ എന്നും പറയാറുണ്ട്. സെൽഫ് ഒബ്സർവേഷൻ മെത്തേഡ്. അതുപോലെ തന്നെ സൈക്കോളജിയിലെ ഏറ്റവും സബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഏറ്റവും സബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻട്രോസ്പെക്ഷൻ ഉപയോഗിച്ചത് സ്ട്രക്ചറലിസ്റ്റുകളാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചത്. ഓക്കെ, സ്ട്രക്ചറലിസ്റ്റുകളാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചതെന്ന് കൂടി കൂട്ടുകാർ ഓർത്ത് വെച്ചേക്കുക. സ്ട്രക്ചറലിസ്റ്റുകളാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറലിസ്റ്റുകൾ ഉപയോഗിച്ച ഒരു സെൽഫ് ഒബ്സർവേഷൻ മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഹൈലി സബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് കൂടിയാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. അടുത്തൊരു ചോദ്യം, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ്. ഗ്രോത്ത് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇൻട്രിൻസിക് ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ്. ഹെറിഡിറ്ററി, അതുപോലെ തന്നെ ആന്തരികവും പാരമ്പര്യ ഘടകങ്ങളും അല്ലെങ്കിൽ ഹെറിഡിറ്റിയും എൻവയോൺമെന്റും ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നത് ശരിയാണ്, പൂർണ്ണമായിട്ടും ശരിയാണ്. ഗ്രോത്ത് ജനറലി റെഫേഴ്സ് ടു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ്. നമ്മുടെ ശരീരത്തിൽ അളക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാറ്റങ്ങളെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതും ശരിയാണ് ഇല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് ആണ്. നമ്മുടെ ഉയരം, ഭാരമൊക്കെ നമുക്ക് തൂക്കി നോക്കാൻ കഴിയും. ഗ്രോത്ത് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ഗ്രോത്ത് നമ്മുടെ മെച്യൂരിറ്റി അല്ലെങ്കിൽ നമ്മൾ അഡൾട്ട് ആയി കഴിഞ്ഞാൽ ഗ്രോത്ത് എന്ത് ചെയ്യുന്നു? ഗ്രോത്ത് നിലയ്ക്കുന്നു. ഗ്രോത്ത് കണ്ടിന്യൂസ് അല്ല, നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഡെവലപ്മെന്റ് ആണ് കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോൾ ഇത് തെറ്റാണ്, പൂർണ്ണമായിട്ടും തെറ്റാണ്. ഗ്രോത്തും ഡെവലപ്മെന്റും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, അതും ശരിയാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ അഡൾട്ട് ആകുമ്പോൾ നിലയ്ക്കുന്നു, എന്നാൽ ഡെവലപ്മെന്റ് ആണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, പക്ഷേ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? അത് ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്നു. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ 3 ആണ് ഇതിന്റെ ഉത്തരം. അടുത്തൊരു ചോദ്യം, അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ, കോഗ്നിറ്റീവ് പ്രോസസ് ഓഫ് ഫിറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ. പുതിയ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ പറഞ്ഞു പുതിയ കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുന്നു. റിസീവിങ് ന്യൂ ഇൻഫർമേഷൻ, റിസീവിംഗ് ആണ്. പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് അസിമിലേഷൻ ആണ്. എന്നാൽ സ്കീമയിൽ ആൾട്ടറേഷൻസ് വരുത്തിയാൽ, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ, സ്കീമ ആൾട്ടറേഷൻ ആണെങ്കിൽ അതിനെ എന്ത് പറയും? അതിനെ അക്കോമഡേഷൻ എന്ന് പറയും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുതിയ കാര്യങ്ങൾ ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നത് അസിമിലേഷൻ ആണ്. ഇനി ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പലതരത്തിലുള്ള നമ്മുടെ സ്ട്രെസ്, ടെൻഷൻ, കോൺഫ്ലിക്റ്റ്, ഫ്രസ്ട്രേഷൻ, നമ്മുടെ സ്ട്രെസ്, ടെൻഷൻ, കോൺഫ്ലിക്റ്റ്, ഫ്രസ്ട്രേഷൻ ഇതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ പോലും അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. എ മെക്കാനിസം ഡിസൈൻഡ് ടു ഡിക്രീസ് സ്ട്രെസ്, കോൺഫ്ലിക്റ്റ്, മാലഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സ്ട്രഗിൾസ് കോസ്ഡ് ബൈ പ്രീവിയസ് എക്സ്പീരിയൻസസ്. നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളും കാരണം നമുക്കുണ്ടാകുന്ന ടെൻഷനും സംഘർഷാവസ്ഥയും മോഹഭംഗങ്ങളും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം പേഴ്സണാലിറ്റിയിൽ നിന്നാണ്. പേഴ്സണാലിറ്റി ഈസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ന് തുടങ്ങുന്ന ഡെഫിനിഷൻ. പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ ഫാദറാണ് ഈ ഡെഫിനിഷൻ പറഞ്ഞത്. പേഴ്സണാലിറ്റി ഈസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദി ഇൻഡിവിജ്വൽ എന്ന് തുടങ്ങുന്ന ഡെഫിനിഷൻ പറഞ്ഞത് ആരാണ് ഈ ഡെഫിനിഷൻ പറഞ്ഞത്? പേഴ്സണാലിറ്റി ഈസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദി ഇൻഡിവിജ്വൽ ഓഫ് ദോസ് സൈക്കോ ഫിസിക്കൽ സിസ്റ്റംസ് ദാറ്റ് ഡിറ്റർമൈൻ ഹിസ് യുണീക്ക് അഡ്ജസ്റ്റ്മെന്റ് ടു ഹിസ് എൻവയോൺമെന്റ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഇത് ഗോർഡൻ ഡബ്ല്യു ആൽപോർട്ട് ആണ് ഇത് പറഞ്ഞത്. ആൽപോർട്ടിന്റെ തിയറി നിങ്ങൾക്കറിയാം, ട്രെയ്റ്റ് തിയറി കൊണ്ടുവന്നത് ആൽപോർട്ട് ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ ഡിസ്പോസിഷൻ ട്രെയ്റ്റ് എന്നാണ് ആൽപോർട്ട് ട്രെയ്റ്റിനെ വിളിച്ചത്. അതുപോലെ തന്നെ ആൽപോർട്ടിനെ പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ ഫാദറാണ് ഗോർഡൻ ഡബ്ല്യു ആൽപോർട്ട്. അപ്പോൾ പേഴ്സണാലിറ്റി ഈസ് ദ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദി ഇൻഡിവിജ്വൽ എന്ന് തുടങ്ങുന്ന ഡെഫിനിഷൻ പറഞ്ഞത് ആരാണ്? അത് ആൽപോർട്ട് ആണെന്ന് കൂട്ടുകാർ ഓർത്ത് വച്ചേക്കണം. അടുത്തൊരു ചോദ്യം, നോട്ട് അക്സെപ്റ്റ് എറേഴ്സ് ആസ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ. എറേഴ്സ് അല്ലെങ്കിൽ കുട്ടിയുടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാത്തത് നമുക്കറിയാം ലേണർ സെൻട്രിക് അല്ലാത്ത ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ള ബിഹേവിയറിസം ആണ്. ബിഹേവിയറിസം ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് തെറ്റുകളെ അംഗീകരിക്കുന്നില്ല. നോട്ട് അക്സെപ്റ്റ് എറേഴ്സ് ഓഫ് സ്റ്റുഡൻസ്. ഇനി സ്റ്റേജ് തിയറി ആവിഷ്കരിച്ചത് ആരാണ്? സ്റ്റേജ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൊണ്ടുവന്ന ആരാണ്? അത് ജീൻ പിയാഷെയാണ് സ്റ്റേജ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൊണ്ടുവന്നത്. വിജ്ഞാന ഘടനയുടെ അടിസ്ഥാന ആശയം അല്ലെങ്കിൽ സ്മോളസ്റ്റ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് തിങ്കിങ്.
വിജ്ഞാന ഘടനയുടെ അടിസ്ഥാന ഘടകത്തെ പിയാഷെ വിളിച്ചത് സ്കീമ എന്നാണ്. സ്മോളസ്റ്റ് പോക്കറ്റ് ഓർ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ, അതിനെ സ്കീമ എന്നാണ് പിയാഷെ വിളിച്ചത്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഫാദർ ആരാണ്? ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരാണ്? വൈഗോട്സ്കി ആണ്. ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കി ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി മറ്റൊരു ചോദ്യം, ദ അപ്രോച്ച് വിച്ച് റിഡ്യൂസസ് ദ ഹ്യൂമൻ ബിഹേവിയർ ഇൻ ടു ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ. ഒബ്സർവബിൾ മെഷറബിൾ ആയിട്ടുള്ളതാണ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞത് ആരാണ്? ഒബ്സർവബിൾ മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിച്ചത് ബിഹേവിയറിസം ആണ് ഒബ്സർവബിൾ മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഇൻഡിവിജ്വൽ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള പഠനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേസ് സ്റ്റഡി ഇൻഡെപ്ത് ആയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്. ഇൻഡെപ്ത് അനാലിസിസ് ആണ്. ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നു, അഗാധമായി പഠിക്കുന്നു. സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്നറിയപ്പെടുന്ന മെത്തേഡ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ മൈക്രോസ്കോപ്പ് സാമൂഹ്യ സൂക്ഷ്മദർശിനി എന്നറിയപ്പെടുന്ന മെത്തേഡ് ഏതാണ്? അത് കേസ് സ്റ്റഡി മെത്തേഡാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, ഒരു ഇവന്റിനെ കുറിച്ച്, ഒരു ഫിനോമിനെ കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്ത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന കൺസെപ്റ്റ്, ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന തിയറി ആരുടേതാണ്? അത് ജീൻ പിയാഷെയുടെ തിയറിയുടെ യഥാർത്ഥ പേരാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി, അല്ലെങ്കിൽ സ്റ്റേജ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ മറ്റൊരു പേരാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. അപ്പോൾ പിയാഷെ ഒരു ബയോളജിസ്റ്റ് ആണെന്ന് കൂടി കൂട്ടുകാർ ഓർത്തു വെച്ചിരിക്കുക. പിയാഷെ ഒരു ബയോളജിസ്റ്റ് ആണ്. അപ്പോൾ പിയാഷെയാണ് ഈ പറയുന്ന ജനറ്റിക് എപ്പിസ്റ്റമോളജി തിയറി കൊണ്ടുവന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം, അക്കോമഡേഷൻ അസിമിലേഷൻ ഇക്വിലിബ്രേഷൻ ഇങ്ങനെയുള്ള കൺസെപ്റ്റ്, സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ, ഡിസിക്വിലിബ്രിയം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ആരുടേതാണ്? പിയാഷെയുടേതാണ് അക്കോമഡേഷൻ, അസിമിലേഷൻ, ഡിസിക്വിലിബ്രിയം, ഇക്വിലിബ്രേഷൻ എന്നൊക്കെ പറയുന്നത്. ബിഹേവിയറിസത്തിന്റെ ഫീച്ചർ അല്ലാത്തത്, നോട്ട് എ ഫീച്ചർ ഓഫ് ബിഹേവിയറിസവുമായിട്ട് ബന്ധമില്ലാത്തത് എന്താണ്? ഒബ്സർവബിൾ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നു, സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുന്നു, ഒബ്ജക്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നു, എന്നാൽ തിങ്കിങ്ങിന്റെ അനാലിസിസ് ഇല്ല. അതായത് ഓപ്ഷൻ എ ആണ് തെറ്റ്. അനാലിസിസ് ഓഫ് തിങ്കിങ് ഒക്കെ സ്ട്രക്ചറലിസം ആണ്. ബിഹേവിയറിസം സയന്റിഫിക് ആയിട്ടാണ് പഠിക്കാൻ ശ്രമിച്ചത്. ഒബ്സർവബിൾ മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് പഠിക്കാൻ ശ്രമിച്ചു. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് അത് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി അറിവ് നിർമ്മിക്കുന്നതിനുള്ള പഠിതാവിന്റെ സജീവ പങ്കിനെ അല്ലെങ്കിൽ ആക്റ്റീവ് കൺസ്ട്രക്ടർ ഓഫ് നോളജ് ആയിട്ട് കുട്ടിയെ പരിഗണിക്കുന്നത്, അറിവിന്റെ നിർമ്മാതാവായിട്ട് കുട്ടിയെ പരിഗണിക്കുന്നത് ഏതാണ്? ജ്ഞാനനിർമ്മിതിവാദം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവിസം ആണ്. അറിവിന്റെ നിർമ്മാതാവായിട്ട് കുട്ടിയെ പരിഗണിക്കുന്നത് ഏതാണ്? കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫിലോസഫി ആണ്. സബ്ജക്ട് മാറ്റർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സബ്ജക്ട് മാറ്റർ എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്തിനെ കുറിച്ച് പഠിക്കുന്നു? ലേണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ടീച്ചർ, ലേണർ, ലേണിംഗ് എൻവയോൺമെന്റ്, ഇതിനെക്കുറിച്ച് എല്ലാം പഠിക്കുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഓക്കെ, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇതിനെക്കുറിച്ച് എല്ലാം പഠിക്കുന്നു. ഇനി പോസിറ്റീവ് ട്രാൻസ്ഫർ, പഠിച്ച കാര്യങ്ങൾ മറ്റൊരു മേഖലയിൽ ഉപയോഗിക്കുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ ഏത് ടാസ്കിലോട്ടായിരിക്കും നടക്കുന്നത്? സിമിലർ ആയിട്ടുള്ള സമാനമായ ടാസ്കുകളിലോട്ടായിരിക്കും പോസിറ്റീവ് ട്രാൻസ്ഫർ നടക്കുന്നത്. സിമിലർ ആയിട്ടുള്ള ടാസ്കുകളിലോട്ടായിരിക്കും, സമാനമായിട്ടുള്ള ടാസ്കുകളിലോട്ട് ആയിരിക്കും. ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറയുന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹാവി ഗസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡെവലപ്മെന്റൽ ടാസ്ക്. അടുത്തൊരു ചോദ്യം, കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ആരാണ്? അപ്പോൾ കൺസ്ട്രക്റ്റിവിസത്തിന്റെ 2 ബ്രാഞ്ച് ഉണ്ട്. അതിൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? ജീൻ പിയാഷെ അതുപോലെ തന്നെ ബ്രൂണർ. ജീൻ പിയാഷെയും ബ്രൂണറുമാണ് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിനകത്ത് വരുന്നത് ആരാണ്? വൈഗോട്സ്കി ആണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിനകത്ത് വരുന്നത് വൈഗോട്സ്കി ആണ്. അപ്പോൾ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിനകത്ത് പിയാഷെയും ബ്രൂണറുമാണ് വരുന്നത്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കി ആണ്. സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഏത് ലെവലിലാണ് വരുന്നത്? കോൾബർഗിന്റെ 6 ലെവൽസിൽ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ലെവലിലാണ് സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ അതുപോലെ തന്നെ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയന്റേഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ ആ 6 ലെവൽസ് അത് ഏത് ലെവലിൽ വരുന്നു, 6 സ്റ്റേജസ് അത് ഏത് ലെവലിൽ വരുന്നു എന്ന് ഓർത്തിരിക്കുക. മോറൽ ഡെവലപ്മെന്റ് തിയറിയിലെ സ്റ്റേജസ് പഠിക്കുക കൃത്യമായിട്ട്. മീനിങ്ങിന്റെ എന്താണ്? ലേണിംഗിന്റെ ഏറ്റവും നല്ല മീനിങ് എന്താണ്? പഠനത്തിന്റെ ഏറ്റവും നല്ല ഡെഫിനിഷൻ ഏതാണ്? മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്ന് ലേണിംഗിനെ ഡിഫൈൻ ചെയ്തത് ഗേറ്റ്സ് ആണ്. മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്ന ഡെഫിനിഷൻ കൊണ്ടുവന്നത് ഗേറ്റ്സ് ആണ്. അത് കൃത്യമായിട്ട് ഓർത്ത് വച്ചേക്കുക. ആട്രിബ്യൂട്ടിംഗ് എ മീനിങ് ടു ദ സ്റ്റിമുലി അല്ലെങ്കിൽ നിങ്ങളുടെ എൻവയോൺമെന്റിലുള്ള കാര്യത്തിന് നിങ്ങൾ മീനിങ് കൊടുക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്നത് പെർസെപ്ഷൻ എന്നാണ്. പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ സെൻസേഷൻ പ്ലസ് മീനിങ് ഈസ് പെർസെപ്ഷന് കൂടുതൽ പ്രാധാന്യം നൽകിയത് ജസ്റ്റാൾട്ട് സൈക്കോളജി ആണ്. റിമെമ്പറിംഗ് ഈസ് മെയിൻലി സപ്പോർട്ടഡ് ബൈ.
റിമെമ്പറിങ്ങിന് പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അസോസിയേഷൻ ആണ്. അസോസിയേഷൻ. റിമെമ്പറിങ് ഓർമ്മിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? നിങ്ങൾ അസോസിയേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കുന്നു എന്നതാണ്. കണക്ട് ചെയ്ത് പഠിക്കുന്നു എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ അസോസിയേഷൻ. റിമെമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് അസോസിയേഷൻ ആണ്. അസോസിയേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമന്റുകൾ എഴുതി അറിയിക്കുക. താങ്ക് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ